80ാം സ്വാതന്ത്ര്യദിന ആഘോഷ നിറവിലാണ് ഭാരതം. അങ്ങനെ അണിയൊരുങ്ങിയിരിക്കുകയാണ് അല്ലേ? എത്ര സുന്ദരമാണ് ആ ദൃശ്യങ്ങൾ എന്നുള്ളത് നോക്കൂ. എന്തായാലും ചെങ്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ ഗാന്ധി സ്മൃതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അവിടെ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ചെങ്കോട്ടയിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മളും ഈ രാഷ്ട്രം ഒന്നടങ്ങും അല്ലെ. അവിടെ ദേശീയ പതാക ഉയർത്തും. അതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും അദ്ദേഹം. നമുക്ക് കാണാം അവിടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ ഭാവി അല്ലേ, നമ്മുടെ ഭാവി തലമുറ അവിടെ തയ്യാറാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു അവിടെ പ്രധാനമന്ത്രി എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം അല്പസമയത്തിനകം എത്തും. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ, പിന്നീട് പതാക ഉയർത്തും. ഭാരതത്തിന്റെ അഭിമാനമായ ത്രിവർണ പതാക അങ്ങനെ വീണ്ടും വാനിൽ പാറിപ്പറന്നുയരും. അതിനുശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. എന്തായാലും അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ് ഭാരതം. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഭാരതമെമ്പാടുമുള്ള ഭാരതീയർ ഇതാ തയ്യാറായിരിക്കുന്നു. ഇത് ഓരോരുത്തർക്കും അഭിമാന നിമിഷമാണ്. പ്രത്യേകിച്ച് 150ാം വന്ദേമാതരത്തിന്റെ വാർഷിക വേളയിൽ വന്ദേമാതരം എന്ന ദേശീയ ഗീതം പൂർണ്ണമായും ആലപിക്കാൻ കൂടി ഒരുങ്ങുകയാണ് ഭാരതം. 80ാം സ്വാതന്ത്ര്യാഘോഷത്തിൽ നന്ദഗോപനുണ്ട്. നന്ദൻ, എന്താണ് ഇപ്പോൾ ചെങ്കോട്ടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാകും അഭിസംബോധന? മറ്റ് വിവരങ്ങൾ, നടപടിക്രമങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അശ്വതി, പ്രധാനമന്ത്രിയുടെ രാജകീയമായ വരവാണ് ചെങ്കോട്ടയിലേക്ക്. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി പ്രതിരോധ സെക്രട്ടറി എത്തുകയാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ്. അതിനുശേഷമായിരിക്കും ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ളവ പരിശോധിക്കുക. പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ പ്രതിരോധ സെക്രട്ടറിയും അതേപോലെ തന്നെ GOCയും, അതായത് കരസേനയുടെ ഇവിടുത്തെ മേജർ ജനറലായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അദ്ദേഹമായിരിക്കും ഈ ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. അദ്ദേഹത്തെ ഈ പ്രതിരോധ സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്ന ചടങ്ങുണ്ട്. ഇങ്ങനെ വളരെ ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുടെ ഭാഗമായി ചെങ്കോട്ടയിൽ വളരെ വിപുലമായ ചടങ്ങുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സഹമന്ത്രി സഞ്ജയ് സേത്തുണ്ട്, ഒപ്പം തന്നെ പ്രതിരോധ സെക്രട്ടറി ഉണ്ട്. പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് കടന്നു വരികയാണ്. അല്പസമയത്തിനകം തന്നെ കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് 7:18 അദ്ദേഹം ചെങ്കോട്ടയിൽ എത്തുമെന്നായിരുന്നു ഷെഡ്യൂളിൽ അറിയിച്ചിരുന്നത്. കൃത്യമായി 7:18 തന്നെ അദ്ദേഹം ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതേപോലെ തന്നെ സഞ്ജയ് സിംഗ് സഹമന്ത്രി, ഒപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി, സംയുക്ത സൈനിക മേധാവി എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രധാന വേദിയായിട്ടുള്ള റാംപാട്ടിലേക്ക് പ്രധാനമന്ത്രിയെ ഇവർ ആനയിക്കുന്നത്. അതിനു മുമ്പായി പ്രധാനമന്ത്രി ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നതായിരിക്കും. 3 സൈനിക വിഭാഗങ്ങളിൽ നിന്നും ഡൽഹി പോലീസിൽ നിന്നുമുള്ള സേനാ അംഗങ്ങളാണ് ഈ ഗാർഡ് ഓഫ് ഓണറിൻ്റെ ഭാഗമാകുന്നത്. രാജ്യത്തിന്റെ ശൗര്യം വിളിച്ചോതുന്ന രീതിയിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ രാജ്നാഥ് സിംഗ് ഉണ്ട്, ഒപ്പം മറ്റ് സേനാ തലവന്മാരുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി എല്ലാവർക്കും ആശംസകൾ നേർന്ന് അദ്ദേഹം വേദിയിലേക്ക് എത്താൻ പോവുകയാണ്. അശ്വതി, കൃത്യം 7:30 നമ്മുടെ ദേശീയ ഗീതം ആലപിക്കും. അപ്പോൾ നമ്മുടെ ത്രിവർണ പതാക ഉയരും. ഗാർഡ് ഓഫ് ഓണർ നൽകാൻ തയ്യാറാക്കി. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം അല്ലേ. अंतर सेना पुलिस सम्मान गार्ड निरीक्षण के लिए हजरत। गार्ड कमांडर द्वारा माननीय प्रधानमंत्री महोदय से सलामी गारद के निरीक्षण का अनुरोध और उसे स्वीकार करके वे सलामी गारद की ओर बढ़ रहे हैं।
बैंड सुमधुर धुन बजाएगा और माननीय प्रधानमंत्री महोदय सलामी गारद का निरीक्षण करेंगे। The guard of honor complete, the Prime Minister walking swiftly towards the rampart of the Red Fort, where he will be greeted by Raksha Mantri Shri Rajnath Singh, Raksha Raj Mantri Shri Sanjay Seth, Chief of Defence Staff General N.S. Raja Subramani, Chief of the Air Staff Air Chief Marshal A.P. Singh, Chief of the Naval Staff Admiral Krishna Swaminathan, and Chief of the Army Staff General Dheeraj Seth. The General Officer commanding Delhi area will conduct the Prime Minister to the dais on the ramparts to hoist the national flag. The Prime Minister swiftly, smartly walking through the Lahori gate, now moving towards the central courtyard right behind the ramparts of the Red Fort. सम्मान गारद का निरीक्षण करने के उपरांत प्रधानमंत्री महोदय लाल किले की प्राचीर की ओर अग्रसर विशाल और भव्य लाहौरी गेट प्रवेश के लिए, जहां पर एक काठ का पुल है, 41 फीट ऊंचा और 24 फीट चौड़ा ऊंचा मेहराबदार दरवाजा, जिसकी 3 मंजिलें हैं। प्रधानमंत्री महोदय लाल किले की प्राचीर की ओर अग्रसर हो रहे हैं और कुछ ही समय के उपरांत वे यहां उपस्थित अपार जन समूह को संबोधित करेंगे, ध्वजारोहण करेंगे। Captain Sonia Singh Chauhan will assist the Prime Minister in hoisting the national flag. It will be synchronized with the 21-gun salute by the valiant gunners of the 172-1 field battery ceremonial. The ceremonial battery, utilizing the indigenous 105mm light field guns, will be commanded by Major Pavan Singh Shekhawat. And the gun position officer will be Naib Subedar, Assistant Instructor in Gunnery, Anutosh Sarkar. माननीय प्रधानमंत्री महोदय का लाल किले की प्राचीर पर आगमन हो रहा है, जहां उनका स्वागत रक्षा मंत्री श्री राजनाथ सिंह, रक्षा राज्य मंत्री श्री संजय सेठ, रक्षा सचिव श्री राजेश कुमार सिंह, सीडीएस जनरल एनएस राजा सुब्रमणी, थल सेना अध्यक्ष जनरल धीरज सेठ, नौसेना अध्यक्ष एडमिरल कृष्णा स्वामीनाथन और वायुसेना अध्यक्ष एयर चीफ मार्शल अमरप्रीत सिंह द्वारा किया गया। प्राचीर के अग्रसर हैं माननीय प्रधानमंत्री महोदय। अन्य विशिष्ट अतिथिगण अपने अपने निर्धारित स्थान की ओर अग्रसर होते हुए, उपस्थित जनसमूह उत्सुक प्रतीक्षा करते हुए प्रधानमंत्री महोदय के उद्बोधन की। The moment that everyone has been waiting for, and happily so. The moment the Prime Minister will reach the central dais of the ramparts, the prime representative of 1 billion plus souls, where he shall hoist the national flag. लाल किले के सामने का इलाका सर्वधर्म संभाव का परिचायक है, जहां पर श्री दिगंबर जैन लाल जी मंदिर है, साथ में उसके दाहिनी ओर प्राचीन गौरी शंकर मंदिर है और लाल किले के बाईं ओर भोजला पहाड़ी पर लाल पत्थर से बनी ऐतिहासिक जामा मस्जिद अपने विशिष्ट स्थापत्य कला के लिए मशहूर, भारत की गंगा जमुनी संस्कृति की परिचायक। यहीं पर शीशगंज गुरुद्वारा भी है और बैप्टिस्ट चर्च भी है, जो सही अर्थों में
भारत की सर्वधर्म समभाव की भावना का संप्रेषण करता हुआ नजर आता है। And we now approach the high point of the celebration, the unfurling of the national flag and the address to the nation, recognizing that citizens are the true driving engine of our democracy. This address will spotlight our national progress while charting a future defined by inclusion, equity, and opportunity. उपस्थित जनसमूह उत्कंठा से प्रतीक्षा माननीय प्रधानमंत्री महोदय के उद्बोधन की। लाल किले की प्राचीर के सामने जो नेशनल फ्लैग गार्ड मौजूद है, वहां पर संयुक्त टुकड़ी के साथ थल सेना का बैंड भी है, जिसमें एक जेसीओ और 25 अन्य रैंक वाले थल सेना बैंड की मौजूदगी है, जिसका संचालन सूबेदार ईश्वर सिंह कर रहे हैं। विशिष्ट अतिथिगणों का आगमन हो चुका है, सब अपनी जगह पर विराजमान हैं। राष्ट्रीय ध्वज फहराने और राष्ट्रीय सलामी लेने के दौरान थल सेना का बैंड राष्ट्रगीत की धुन बजाएगा और देश के स्वाधीनता दिवस के पावन अवसर पर पहली बार लाल किला परिसर पर उपस्थित हर व्यक्ति द्वारा राष्ट्रगीत का गायन किया जाएगा। Let freedom reign. The sun never set on so glorious a human achievement. As the Honorable Prime Minister Shri Narendra Modi himself said, the price of independence was heavy, but the freedom it brings is absolutely priceless. And priceless are the moments that we see captured by Doordarshan cameras, looking at a magnificent view of the ramparts and the central days. Everyone in the audience enclosures waiting for the arrival of the Honorable Prime Minister at the central days, from where he will hoist the national flag and address the nation. Excitement all around, smiles galore. The hope in the eyes, the brightness on the faces truly shows that each and every person here truly believes in the story of India, in the growth story of India, in the sustainable story of India. हमारे 80वें स्वाधीनता दिवस समारोह की एक और ख़ास बात, इस बार जो एनक्लोजर्स हैं, जो दीर्घाएं हैं, दर्शक दीर्घाएं और विशिष्ट दीर्घाएं, उनके नाम भारत की प्रमुख झीलों के नाम पर रखे गए हैं। इनमें भटकल, भीमताल, चंद्रताल, पुलिकट, पुष्कर, रविंद्र सरोवर जैसी झीलें शामिल है। यहाँ पर उपस्थित जनसमूह आप देख सकते हैं कितने उल्लसित हैं, उत्साहित हैं इस समारोह का हिस्सा बन करके। गणतंत्र दिवस समारोह में 2026 का जो संस्करण था, उसमें एनक्लोजर्स के नाम नदियों के नाम पर रखे गए थे और इसी परंपरा को आगे बढ़ाते हुए इस वर्ष स्वाधीनता दिवस समारोह में जो एनक्लोजर्स हैं, उनके नाम भारत की प्रमुख झीलों के नाम पर रखे गए हैं। Especially for India's 80th Independence Day celebrations, a Surya Path Tiranga, a global digital and physical relay initiative was launched under the Har Ghar Tiranga campaign, which is truly a campaign that has brought India together. It traces the Surya Path Tiranga, the hoisting of the Indian national flag from east to west across different time zones, following the path of the rising sun. Just like the rising India, the rising Bharat, that takes everyone together. It's not the one who forces anyone, but it shares a level of camaraderie, a sense of oneness. It truly believes in Vasudhaiva Kutumbakam, that the world is one family. A rising India, always better for a rising humanity. And now, the Prime Minister awaited at the central dais. Here he is, walking up the stairs, and he has reached the central dais for the flag hoisting.
Police on guard! Precious Lord! Yes! अंतर सेना पुलिस on guard! Bajao! Yes! Antar Sena Police on guard! After the hoisting of the national flag by the Honorable Prime Minister and the 21-gun salute, flower petals being showered at the venue by two Mi-17 helicopters of the Indian Air Force, one trooping the national flag and the other trooping a flag depicting Vande Mataram. The captains of the helicopters, Wing Commander Rajat and Squadron Leader Ankit Varshane. What a sight to behold!